ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എൻ്റെ ജേർണൽ കളക്ഷൻസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ജേർണലിങ്, എങ്ങനെയാണ് ജേർണലിങ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് ഈ ഒരു മിനി ജേർണലാണ്. ഇത് ഞാൻ ആർട്ട് ജേർണലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചെറിയ ചെറിയ ഡേ ടു ഡേ ലൈഫ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ബുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വൺ, ഇതൊരു ഡെയിലി പ്ലാനറാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാനറാണിത്. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ഈ ഒരു പ്ലാനർ അവൈലബിൾ ആണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കൊച്ചിയിലെ ടൈക്കട്ട് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. എല്ലാവർക്കും അറിയായിരിക്കും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആർട്ട് ഷോപ്പാണിത്, സ്റ്റേഷനറി ഷോപ്പാണ്. സോ അവിടെ നിന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതൊരു വിൻറ്റേജ് ജേർണലാണ്. ഇങ്ങനെ പുറത്ത് കീയൊക്കെ വന്നിട്ട് ലെതർ ബൈൻഡാണ്, ബട്ട് സൈസ് കമ്പാരിറ്റീവ്ലി വെരി സ്മോൾ. നോർമൽ A6 A5 ജേർണൽസിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ബട്ട് പേജസ് ആർ സോ തിക്ക്. 100 GSM ആണ് വരുന്നത്, പേപ്പർ തിക്നെസ് വരുന്നുള്ളത്. വളരെ അഫോർഡബിൾ ആണ് ഇത് നമുക്ക് ഡ്രീം ജേർണൽ, മെമ്മറി ജേർണലിനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇത് വേറൊരു വിൻറ്റേജ് ജേർണലാണ്. ബ്ലാക്ക് കളർ ലെതർ ബൈൻഡ് വരുന്ന വിൻറ്റേജ് ജേർണലാണ്. ഇങ്ങനെ ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പേജസ് നല്ല തിക്നെസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഡയറിയാണിത്. ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ജേർണൽ കൂടിയാണിത്. ഞാനിത് എൻ്റെ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജേർണൽ യൂസ് ചെയ്യുന്നത്. വെരി നൈസ്. അടുത്തതായിട്ട് ഈ ഒരു ജേർണലാണ്. ഇതും ലെതർ ബൈൻഡാണ്. പുറത്ത് ദ ജേർണി എന്ന് കൊടുത്തിട്ടുണ്ട്. പേജസ് ആർ വെരി തിക്ക്, 100 GSM പേപ്പർ തിക്നെസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡയറിയാണ് കേട്ടോ. അടുത്ത വന്നിട്ട് ഇത് ക്യൂട്ട് ഡയറിയാണ്. ഇത് ജേർണലായിട്ടും ഡയറി ആയിട്ടും പ്ലാനറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. മൾട്ടി പർപ്പസ് ഡയറിയാണ്. ഈ ഒരു ജേർണൽ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു ജേർണലാണിത്. ഇത് നോർമൽ ഒരു ഡയറിയാണ് കേട്ടോ, ബട്ട് റബ്ബർ ബാൻഡ് ഉള്ളതുകൊണ്ട് ജങ്ക് ജേർണലിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഡയറിയാണ്. അൺറോൾഡ് പേജസ് ആണ്. 80 GSM ആണ് തിക്നെസ് വരുന്നുള്ളത്. പേജസ് അത്ര തിക്കൊന്നുമല്ല, എന്നാലും ജങ്ക് ജേർണലിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണിത്. ബിഗിനേഴ്സിനൊക്കെ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്, അഫോർഡബിൾ റേറ്റിൽ. ഇത് ഞാൻ റീസെൻ്റായിട്ട് കണ്ട മൂവിയാണ്, സർവമായ. ഇറ്റ്സ് എ വെരി നൈസ് മൂവി. സോ ഇതാണ് ഇതിൻ്റെ പേജസ് വരുന്നുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, ഇതൊരു സ്കെച്ച് ബുക്കാണ്. ഇത് ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ കവറൊക്കെ ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. ഇതിൻ്റെ പേജസ് വെരി 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 തിക്ക്. സ്കെച്ച് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇൻകൊന്നും നെക്സ്റ്റ് പേജിലേക്ക് സ്പ്രെഡ് ആവില്ല. ഇറ്റ്സ് എ വെരി നൈസ് അഫോർഡബിൾ ബുക്ക്. ജേർണലിങ്ങിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. ഇത് ഞാൻ ജേർണൽ ചെയ്യുന്ന ബുക്കാണ്. ഇത് നോർമൽ ഒരു ഡയറി പോലെയാണ്. 3D കവറൊക്കെ ആയിട്ട് നോർമൽ ഒരു ഡയറി പോലെയാണ്. ബട്ട് പേജസ് നല്ല തിക്കാണ്. ജേർണലിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണിത്. അപ്പോൾ എന്താണ് ജങ്ക് ജേർണലിംഗ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മുമ്പൊക്കെ ജങ്ക് ജേർണലിംഗ് ഞാൻ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത് എൻ്റെ പ്ലാനറാണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിലുള്ളതൊക്കെ എല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. ഈ ഒരു പ്ലാനർ
ഈസ് വെരി 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 യൂസ്ഫുൾ. ഒരു പ്ലാനർ ഒരാളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെൻ്റൽ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ലൈഫ് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാനും പ്ലാനർ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത വന്നിട്ട് ഈ ഒരു ജേർണലാണ്. ആമസോണിൽ നിന്ന് എനിക്ക് വളരെ പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു ജേർണലാണ്. ഡോട്ടഡ് ഗ്രിഡ്സ് ആണ് വരുന്നത്. പേജസ് നല്ല തിക്നെസ് ഉണ്ട്. ഇത് നോർമൽ സ്കെച്ച് ബുക്കാണ്. സോ സ്കെച്ച് ബുക്ക് ആയതുകൊണ്ട് തന്നെ പേജസ് വളരെ തിക്കാണ്. ഇത് ഓഫ്ലൈൻ ഓൺലൈൻ എല്ലാം അവൈലബിൾ ആണ്. ഇത് ജേർണലിംഗ് ആയിട്ടും ആൽബം ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. സ്കെച്ച് ബുക്ക് ആസ് എ സ്കെച്ച് ബുക്ക് this book is very good option. അടുത്തത് വേറൊരു സ്കെച്ച് ബുക്കാണ്. A6 സൈസിൽ വരുന്ന ഒരു ബുക്കാണ്. പേജസ് ആസ് യൂഷ്വൽ ഒരു നോർമൽ സ്കെച്ച് ബുക്ക് പോലെ എത്ര തിക്നെസ് ആണുള്ളത് അതേ തിക്നെസ് തന്നെയാണ് ഈ ഒരു ബുക്കിൻ്റെ പേജസിനുള്ളത്. അടുത്തതായിട്ട് എൻ്റെ ജേർണൽ കിറ്റ് കളക്ഷൻസ് കാണാം കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള ജേർണൽ കിറ്റ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ജേർണൽ കിറ്റാണ്. പേർപ്പിൾ മൂൺ തീമിലാണ് വരുന്നത്. എല്ലാം പേർപ്പിൾ തീമിലാണ് വരുന്നത്. ഇത് മൂന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച കിറ്റ് കേട്ടോ. ഇത് ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുള്ളാണ്. അതുപോലെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ജേർണലിങ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജേർണലിങ്ങിന് പ്രത്യേകിച്ച് ഏജൊന്നുമില്ല. കുട്ടികൾക്ക് മുതൽ പിന്നെ ഏജ്ഡ് ആയിട്ട് ഉള്ളവർക്ക് വരെ ജേർണലിങ് ചെയ്യാം. ഇതിലൊരുപാട് നോട്ട് പാഡ്സ് വരുന്നുണ്ട്, സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, പാറ്റേൺ പേപ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ട അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇപ്പം മുമ്പൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അഫോർഡബിൾ റേറ്റിൽ ഈ ഒരു കിറ്റ് അവൈലബിൾ ആണ്. മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്, കാരണം ഈ ഒരു കിറ്റ് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഒരു കോലമൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ 2 എൻവലപ്പ് ഉണ്ട് കേട്ടോ. എൻവലപ്പ് ഉണ്ട്, ഡോട്ടഡ് സ്റ്റിക്കേഴ്സ് ഉണ്ട്, 2 വാഷി ടേപ്പ് ഉണ്ട്. ഇതിലത്തെ വാഷി ടേപ്പല്ല, ഇതിലൊരു 2 വാഷി ടേപ്പ് ഉണ്ട്, പർപ്പിൾ കളർ. ഇതിൽ തന്നെ ഒരു ബുക്ക് വരുന്നുണ്ട്. A6 സൈസ് ബുക്കാണ്. ഗ്രിഡ് വരുന്ന ബുക്കാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ള ജേർണലിങ്. സോ ജേർണലിങ് എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, എക്സ്പീരിയൻസസ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന പ്രാക്ടീസിനെയാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. സോ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് കിറ്റ്സും ഒരുപാട് ബുക്സും സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും ഇതൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ബുക്കും പെന്നും ഉണ്ടെങ്കിൽ നമുക്ക് ജേർണൽ ചെയ്യാം. നമ്മുടെ കാര്യങ്ങളൊക്കെ അതിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഈ ജേർണലിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും അത്യാവശ്യം നമ്മളെ തന്നെ കാമാക്കാനും നല്ലൊരു ഹാപ്പിനെസ് കൂടി കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഒരു ജേർണലിങ്. ഇനി അടുത്ത് നോക്കാം കേട്ടോ. ഇത് പിങ്ക് തീമിൽ വരുന്നൊരു കിറ്റാണ്. നേരത്തെ കാണിച്ച ജേർണലില്ലേ അതേപോലത്തെ ബുക്കാണ് കേട്ടോ. ഇതേപോലെ A6 സൈസ് വരുന്നുള്ള ഒരു ഗ്രിഡ് ബുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കവർ റിമൂവ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് വേണമെങ്കിൽ ഈ ഒരു കവർ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതിലും 2 വാഷി ടേപ്പ് ഉണ്ട്. അതുപോലെ അതിൽ കണ്ട പോലത്തെ പിങ്ക് തീമിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, നോട്ട് പാഡ്സ്, പിന്നെ ചെക്ക് ലിസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ഈസ്തെറ്റിക്കാണ്. ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൻ്റെ ക്യൂട്ട്നെസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഈ ഒരു കിറ്റൊക്കെ ബിഗിനേഴ്സിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്കൊരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു സൈൻ ആയിക്കോട്ടെ കേട്ടോ. കാരണം ഇങ്ങനത്തെ കിറ്റ് വാങ്ങിച്ച് ജേർണലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് എന്നൊന്നും അറിയാത്തവർക്ക് ഇങ്ങനൊരു കിറ്റ് വാങ്ങിച്ചു കഴിഞ്ഞെങ്കിൽ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ജേർണലിങ്ങിന് പ്രത്യേകിച്ചിട്ട് ഒരു റൂളുമില്ല. റൂളെന്ന് പറയുന്നത്
എന്താണെന്ന് നമുക്ക് തോന്നുന്നത് അത് ചെയ്യാം. പെർഫെക്ഷൻ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ ഈ ഒരു ജേർണൽസിൻ്റെ പേജസൊക്കെ അത്യാവശ്യം തിക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ബുക്കാണിത്. അടുത്തതായിട്ട് ഒരു ബട്ടർഫ്ലൈ സെറിനേഡ് ജേർണൽ കിറ്റാണ്. ഇത് ബ്ലൂ തീമിലാണ് വരുന്നത്. ഇത് മറ്റുള്ള ജേർണൽ കിറ്റിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ്. സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ്. ഇതിനും നമുക്ക് ഈ കവർ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ജേർണലിംഗ് എന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുക, പിന്നെ പേപ്പർ കയറി മുറിച്ച് ഒട്ടിക്കുക, അതല്ലാട്ടോ ജേർണലിങ്ങിന് നമുക്കിതൊന്നും ആവശ്യമില്ല. ഒരു ബുക്കും ഒരു പെന്നും ഉണ്ടെങ്കിൽ അത് നമുക്ക് ജേർണലാണ്. സിംപ്ലി ജേർണലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറിയൊക്കെ എഴുതൂലേ, അപ്പോൾ ആ ഡയറി എഴുതുന്നതിൻ്റെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വേർഷനാണ് ജേർണലിംഗ്. സിമ്പിളായിട്ട് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞെങ്കിൽ നമ്മൾ ഡയറി കുറച്ചും കൂടി ഒരു പിന്നെ പരിഷ്കരിച്ച് എഴുതുന്ന ഒരു കൂട്ടാണ് ജേർണലിംഗ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കേഴ്സും പേപ്പേഴ്സും ഇതൊക്കെ ചെയ്യുന്നത് ആർട്ട് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് പല ടൈപ്സ് ഉണ്ട്. എക്സ്പ്രസീവ് ജേർണലിംഗ്, ബുള്ളറ്റ് ജേർണലിംഗ്, മെമ്മറി ജേർണലിംഗ്, ഡ്രീം ജേർണലിംഗ്, അങ്ങനെ ജേർണൽസിനെ നമ്മൾ പല കാറ്റഗറി ആയിട്ട് തിരിക്കാം. നമ്മളിങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോർമലായിട്ട് എഴുതുന്നതും പ്ലാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ സ്റ്റിക്കേഴ്സും ഡെക്കറേഷൻസും പിന്നെ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കുറച്ചും കൂടി ഒരു ഭയങ്കര ഇത് തോന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു നല്ലൊരു പ്രോസസ്സാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. റെക്കോർഡ് ഓൺ പേപ്പർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഇത് പല തെറാപ്പിസ്റ്റും സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റെക്കോർഡ് ഓൺ പേപ്പർ. നമുക്ക് എന്തെങ്കിലും ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എഴുതുക എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. അടുത്ത് വന്നിട്ട് നമുക്ക് ഈ ഒരു കിറ്റ് നോക്കാം. ഇതൊരു ബ്രൗൺ തീമിലാണ് വരുന്നുള്ളത്. ഒരു വിൻറ്റേജ് ഈസ്തറ്റിക് ലുക്കാണ് ഈ ഒരു കിറ്റിന് ഫുള്ളായിട്ടുള്ളത്. സോ ഇത് അത്യാവശ്യം ജേർണലിംഗ് ചെയ്യുന്ന എല്ലാവരിലും ഈ ഒരു കിറ്റും ഉണ്ടാവാറുണ്ട്. സോ ഈ ഒരു കിറ്റ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കിറ്റാണ് കേട്ടോ. സോ ഇതിലും അതേപോലെ തന്നെ പാറ്റേൺ പേപ്പേഴ്സ്, ദെൻ ഒരുപാട് സ്റ്റിക്കേഴ്സ്, ബുക്ക് മാർക്സ്, വാഷി ടേപ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി ജങ്ക് ജേർണലിംഗ് എന്താണെന്ന് നോക്കിയാലോ. ജങ്ക് ജേർണലിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള സ്ക്രാപ്സ് എന്ന് വെച്ചാൽ ബിൽസ്, അതേപോലെ തന്നെ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പേഴ്സ്, പ്രൈസ് ടാഗ്സ്, പിന്നെ ചോക്ലേറ്റ് റാപ്സ്, അങ്ങനത്തെ ഒരുപാട് പേപ്പേഴ്സ് നമ്മൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സൊക്കെ നമ്മളത് കളയാതെ എടുത്ത് വെച്ച് അതിനെ ഒരു ആർട്ട് ഫോമിലേക്ക് ആക്കുന്ന ഒരു മെത്തേഡാണ് ജങ്ക് ജേർണലിംഗ്. അപ്പം നമുക്കത് വേസ്റ്റായിട്ട് പോവില്ല, പിന്നെ അത് റീസൈക്കിളാവും. അതേപോലെ തന്നെ പിന്നീട് നമുക്കത് എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു മെമ്മറി ആയിരിക്കും. ആ ഒരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന നല്ലൊരു മെമ്മറി ആയിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ മലയാളികളെല്ലാവരും തന്നെ ഓൾമോസ്റ്റ് ജേർണലിംഗ് ചെയ്യുന്നവരൊക്കെ ജങ്ക് ജേർണൽ ചെയ്യാറുണ്ട്. സോ അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ജേർണലിംഗ് വളരെ എക്സ്പെൻസീവാണ്. കാരണം ഒരുപാട് എക്സ്പെൻസീവ് സ്റ്റിക്കേഴ്സ് അതുപോലെ ജേർണൽ സപ്ലൈസ് ഒക്കെ വളരെ എക്സ്പെൻസീവാണ്. സോ അങ്ങനെ അഫോർഡബിൾ ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജങ്ക് ജേർണലിംഗ് തന്നെയാണ്. നമുക്ക് ഇതിന് ശരിയാണ്, അത്യാവശ്യം എല്ലാം വളരെ കുറച്ച് എക്സ്പെൻസീവാണ്. സോ നമുക്ക് ചുറ്റുമുള്ള സംഭവങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് പിന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും ജേർണൽ സപ്ലൈസൊക്കെ. ഓഷൻ ടേപ്സ് ഉണ്ടാക്കാം, പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം, അങ്ങനെ ജേർണൽ ചെയ്യാം. അല്ലാതെ ഇങ്ങനെ എക്സ്പെൻസീവായിട്ടുള്ള സപ്ലൈസ് വാങ്ങി തന്നെ ജേർണലിംഗ് ചെയ്യണം അങ്ങനെ റൂളൊന്നുമില്ല. അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ആണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എന്ന് വെച്ചെങ്കിൽ ഇപ്പം നമ്മുടെ ലൈഫിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയും, യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള അത് റെക്കോർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ജേർണലാണ്
ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ആ ഒരു ദിവസം സംഭവിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഒരു ബുക്കിലോ ഡയറിയിലോ എഴുതി നോക്കൂ. നമ്മുടെ ഒരു ലൈഫിൽ അത് ഭയങ്കര പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. ഈ ഒരു ജേർണൽ വന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ, ഈ ജേർണൽസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ക്ലിയർ ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ ഷോർട്സ് കാണാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ജേർണലിങ്ങിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ജേർണൽ കിറ്റാണ്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതുപോലത്തെ യൂസ് ചെയ്യാത്ത ഇനിയും ഒരുപാട് ജേർണൽ കിറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കിറ്റ് ബാക്കിയുള്ള കിറ്റിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്റ്റിക്കേഴ്സ് ആയാലും ബുക്ക് മാർക്സ് ആയാലും പിന്നെ ട്രേസിങ് പേപ്പേഴ്സ്, ഇതിൽ ട്രേസിങ് പേപ്പേഴ്സ് ഉണ്ട്, പിന്നെ എല്ലാം പാറ്റേൺ പേപ്പേഴ്സൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു വിക്ടോറിയൻ പ്രിൻസസ് തീമിൽ വരുന്ന പിങ്ക് തീംഡ് കിറ്റാണ്. ഇതിൻ്റെ ഒരു കവർ വരുന്നത് ഇങ്ങനെയാണ്. കവർ റിമൂവ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇതും ഞാൻ ഷോർട്ട് സൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേജസൊക്കെ എല്ലാം ഒരുപോലെയാണ്, ബുക്സൊക്കെ ഒരുപോലെയാണ്, കവർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ എല്ലാത്തിലും നോട്ട് പാഡ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ നോട്ട് പാഡ്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇതിലൊരുപാട് സ്റ്റാമ്പ്സ് ഉണ്ട്. ഇതും ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ആ ഒരു ടൈപ്പിൽ വരുന്ന ഒരു ജേർണൽ കിറ്റാണ്. ജേർണൽ സപ്ലൈസ് നേരിട്ട് കാണാൻ ഭയങ്കര എസ്തെറ്റിക് ആണ്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. മുതലാണ് ജേർണൽ ചെയ്യാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന, എന്നുവെച്ചാൽ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട്. എല്ലാം എഴുതി വെക്കും, എല്ലാം കളക്ട് ചെയ്ത് വെക്കും. പിന്നെ എല്ലാ മെമ്മറീസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം മുമ്പൊക്കെ ഒരുപാട് ഡയറീസ് എഴുതുമായിരുന്നു, അങ്ങനെ ചെയ്യുന്നു. സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഇതൊക്കെയാണ് ജേർണലിങ് എന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ സമയത്തൊന്നും ജേർണലിംഗ് ഒന്നും ആരും ചെയ്യുന്നുണ്ടായിരുന്നു. ചില പുറത്തുള്ള കൺട്രീസിലൊക്കെ ആയിരുന്നു അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ എല്ലാവരും ജേർണലിംഗ് ഒരു ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ജേർണലിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പം ഭയങ്കര എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസൊക്കെ ഉള്ളത് പേഴ്സണലായിട്ട് ഭയങ്കര റെസ്പോണ്ടാണ്. ഇത് എവിടെ നിന്നാണ്, ഇതെങ്ങനെയാണ്, അതിനെക്കുറിച്ചിട്ട് ഒരുപാട് റെസ്പോൺസ് വരാറുണ്ട്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലും ഈ ജേർണലിംഗ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ട്രാവൽ ജേർണൽ കിറ്റാണ്. ബ്ലൂ തീമിലാണ് വരുന്നത്. ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിറ്റാണിത്. എല്ലാ കൺട്രീസിനെ കുറിച്ചിട്ടും അതിൻ്റെ എല്ലാ ബുക്ക് മാർക്സും സ്റ്റിക്കേഴ്സും എല്ലാം പാറ്റേൺ പേപ്പേഴ്സും ട്രേസിങ് പേപ്പേഴ്സും എല്ലാം ഉണ്ട് ഇതിൽ. ഇതും ഞാൻ ഇതിൻ്റെ ഒരു ബ്യൂട്ടി കണ്ടിട്ട് ട്രാവലിംഗ് ഇഷ്ടമായതുകൊണ്ടും ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് കണ്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. കുറച്ച് സപ്ലൈസ് കാണാം. ഇതെന്താണ്, സ്റ്റിക്കി നോട്ട്സാണ്. ഇതൊക്കെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കി നോട്ട്സാണ്. ഇങ്ങനെ ഒരുപാട് സ്റ്റിക്കി നോട്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പം അതെൻ്റെ കയ്യിൽ ഇല്ല. ഇത് സ്റ്റാറിനെ തീമിൽ വരുന്ന വാഷി ടേപ്പാണ്. ആൻഡ് ഇതൊക്കെ സ്റ്റിക്കർ ബുക്കാണ്. ഈ സ്റ്റിക്കർ ബുക്കൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഈ സ്റ്റിക്കർ ബുക്ക് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. ഇത് ആമസോൺ, മീഷോ, ഓഫ്ലൈൻ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഓൺലൈനിൽ എല്ലാ സൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ആൻഡ് ദിസ് വൺ, ഇതൊരു മൗണ്ടെയിൻ തീമിൽ വരുന്നതാണ് ഈ ഒരു ബുക്ക്. ഇതൊക്കെ ആർട്ട് ജേർണലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗേൾ തീമിലുള്ള സ്റ്റിക്കർ ബുക്കാണ്. പിന്നെ ഇതുപോലെ ഒരുപാട് ആൽഫബറ്റ്സിൻ്റെ സ്റ്റിക്കർ ബുക്സ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇത് ഫ്ലവർ തീംഡ് സ്റ്റിക്കർ ഷീറ്റ്സ് ആണ്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതൊക്കെ ജേർണലിംഗ് ചെയ്യാനുള്ള കുറച്ച് ടൂൾസാണ്. ഇങ്ക് പാഡ്, ഗ്ലൂ ടേപ്പ്, പേപ്പർ കട്ടർ, സ്കെച്ച് പെൻ. ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പേസ്റ്റൽ ബ്രഷ് പെൻസ്. അതുപോലെ
ഇതും ജേർണലിംഗ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. വുഡൻ സ്റ്റാമ്പ്. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയ, ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ്. ഈ ഒരു സ്റ്റിക്കി നോട്ടും ഇതൊക്കെ ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതൊക്കെ എവിടെ നിന്നാണ്, ഈ സ്റ്റിക്കേഴ്സൊക്കെ, ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് എവിടെ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ക്യാൻവയിൽ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ പ്രിൻ്റ് ചെയ്യുന്ന സ്റ്റിക്കേഴ്സാണ് ഇതൊക്കെ. ഇപ്പോൾ ജേർണൽ കിറ്റ് എന്നുള്ള സപ്ലൈസിനേക്കാളും ഞാൻ ഉണ്ടാക്കുന്ന സപ്ലൈസാണ് ജേർണലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യൽ. ഇങ്ങനെ ഒരുപാട് എന്താണ് പാറ്റേൺ പേപ്പേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് പാറ്റേൺ പേപ്പേഴ്സ്, സ്റ്റിക്കേഴ്സ്, വാഷി ടേപ്സ് കൂടെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം പിൻട്രസ്റ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള പിക്സൊക്കെ എടുത്തിട്ട് അത് ക്യാൻവയിൽ A3 A4 ഡോക്യുമെൻ്റായിട്ടോ എന്ത് ചെയ്യുക, ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അത് A3 A4 പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്ത് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ജേർണലിംഗ് എന്താണെന്ന് സിമ്പിളായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇനി ജേർണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റായിട്ടും മെസ്സേജായിട്ടും ഒക്കെ അറിയിക്കണേ. ഈ വീഡിയോ ഇതുവരെ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്.